വേഴാമ്പലിനെ പോലെ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾ അഭയകേന്ദ്രമായി കാണുന്ന ഒരു വ്യവസ്ഥാപിതമായ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ മാധ്യമ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം അവിടെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത എണ്ണം 21 അംഗങ്ങളാണ് പ്രവൃത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 21 അംഗങ്ങളും നിയമിക്കപ്പെട്ടത് ഏതെങ്കിലും പരീക്ഷ പാസ്സായോ ഏതെങ്കിലും പ്രത്യേകമായ അടിസ്ഥാന യോഗ്യതകൾ ഉള്ളതുകൊണ്ടോ അല്ല, മറിച്ച് ഭരണകക്ഷിയിൽ ഉൾപ്പെട്ടതായിട്ടുള്ള ഘടകകക്ഷികൾ കൊടുക്കുന്ന പേരുകൾ അനുസരിച്ച് പൂർണ്ണ സമയ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നവർ ഉൾപ്പെടെയുള്ളവരെയാണ് ഈ ഉന്നതമായിട്ടുള്ള നിയമപരമായ സ്ഥാപനത്തിൽ അംഗങ്ങളാക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കേരള PSC വാർത്തയിൽ നിറഞ്ഞു നിന്നത് അവിടെയുള്ള ഈ 21 PSC മെമ്പർമാർക്ക് ചെയർമാൻ ഉൾപ്പെടെ കൊടുത്ത ശമ്പള വർധനമാണ്. അതായത് ചെയർമാനൊക്കെ ഇപ്പോൾ 2.5 ലക്ഷം രൂപയാണ് പ്രതിമാസം ശമ്പളം. അതിനുപരിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ, സ്വന്തമായി കാറ്, അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫ്, താമസിക്കുവാനുള്ള കെട്ടിടം അല്ലെങ്കിൽ വാടക, കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ചാൽ സർക്കാർ ഗസ്റ്റ് ഹൗസുകളിൽ സൗജന്യമായ താമസം, ഇങ്ങനെ ശമ്പളത്തിന് ഉപരിയായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം പ്രതിമാസം 3-3.5 ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇന്ന് സംഭവിച്ച ഒരു വിചിത്രമായ സംഭവമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. അതായത് അവർ പൊതുപരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കി നിയമനം നടത്തുന്ന രീതിയോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷകൾ നടത്തി ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ആ പരീക്ഷ പാസ്സാകുന്നവർക്ക് ഉയർന്ന തസ്തികകളിലേക്ക് നിയമനം കൊടുക്കുന്ന ഒരു രീതിയുമുണ്ട്. അങ്ങനെയുള്ള രീതി പ്രകാരം സർവേ ഡിപ്പാർട്ട്മെന്റിൽ സർവേയർമാരായിരുന്ന ആളുകളെ ഗസറ്റ് റാങ്കിലുള്ള ആ ഉദ്യോഗത്തിലേക്ക് ഉയർത്തുന്നതിനായി ഇന്ന് നടത്തിയതായ ഒരു പരീക്ഷയിൽ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ഒരു വെളിവുണ്ടായി. പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു സംഭവമാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്ന 3 കേന്ദ്രങ്ങളിൽ സർവീസിലുള്ള സർവേയർമാർ 200 പേരാണ് ഇതിന് കഠിനമായി പ്രയത്നിച്ച് പരീക്ഷ എഴുതി അവർക്ക് ഒരു പ്രൊമോഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പരീക്ഷയ്ക്ക് തയ്യാറായി ഹാളിൽ കയറിയത്. എന്താണ് സംഭവിച്ചത്? ചോദ്യക്കടലാസുകൾ കൊടുത്തപ്പോൾ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി. ചോദ്യക്കടലാസുകളോടൊപ്പം ഉത്തര സൂചികയുമുണ്ട്. ഇതെവിടെങ്കിലും കേട്ടുകേഴ്വിയുള്ള കാര്യമാണോ? ചോദ്യവും ഉത്തരവും കൂടെ കൊടുത്താണ് പരീക്ഷ എഴുതാനായി. ഇതേതോ ഒരു കോമഡി സീരിയലിലൊക്കെ കാണുന്ന രീതിയിലുള്ള സംഭവമാണ് ഇത്രയും വലിയ ഒരു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനത്തിൽ ഇന്ന് നടന്നത്. ഇത് കണ്ടെത്തിയത് ചോദ്യപേപ്പറൊക്കെ കൊടുത്ത ശേഷമാണ്. ചോദ്യപേപ്പർ മാത്രമല്ല, ഇതിനകത്ത് ഉത്തരസൂചികയും ഉണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ അടിയന്തരമായി ഹാളിൽ പരീക്ഷാ ജോലികൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന, മേൽനോട്ടം വഹിച്ചിരുന്നവർ ഉടൻ തന്നെ ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും പരീക്ഷ റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദയനീയമാണ് അവസ്ഥ. വേറൊരു വളരെ സങ്കടകരമായ അവസ്ഥ, ഇത്തരം ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷകൾ നടത്തുന്നത് 6 മാസത്തിലൊരിക്കൽ മാത്രമാണ്. ഈ സർവേ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഈ റദ്ദ് ചെയ്തതായ പരീക്ഷ ഇപ്പോൾ നടന്നത് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. 4 പരീക്ഷകൾ നടത്തേണ്ട കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ നടത്തിയതായ ഈ പരീക്ഷയ്ക്ക് സംഭവിച്ച ഈ ദുരന്തം എത്രയോ ആളുകളുടെ പ്രൊമോഷനെയാണ് ബാധിച്ചിരിക്കുന്നത്. കാരണം ഇനിയും ഒരു പരീക്ഷ നടത്തണമെന്നുണ്ടെങ്കിൽ മാസങ്ങൾ പിടിക്കും. അപ്പോഴേക്ക് സർവീസിൽ നിലവിലിരിക്കുന്ന തസ്തികയിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. എന്തൊരു ക്രൂരമായിട്ടുള്ള ഒരു വിനോദമാണ് ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയത്. ഇതിന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണം. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാർ കൊടിവെച്ച കാറിൽ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സഞ്ചരിച്ച് ശീതീകരിച്ച മുറികളിൽ ഇരുന്നുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ പോരാ. യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ അവിടെ ഓടിയെത്തി അതിൻ്റെ കാരണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും
നിയമപരമായ നടപടികൾ അവർക്കെതിരായി എടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർ വാങ്ങുന്നതായ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ന്യായീകരണമുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മികമായ അംശം. അതിനെത്ര PSC മെമ്പർമാർ തയ്യാറാകുന്നുണ്ട്? ഇന്ത്യയാകമാനം പരീക്ഷ നടത്തി ജോലിക്കെടുക്കുന്ന UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ 9 അംഗങ്ങളെ ഉള്ളൂ. ആ സ്ഥാനത്താണ് കേരളത്തിൽ 21 അംഗങ്ങൾ തെക്ക് വടക്കായി 20-30 ലക്ഷം രൂപയുടെ കാറുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊരു വലിയ കടുത്ത ഈ പറയുന്ന ധാരാളിത്തവും ധൂർത്തുമാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഇവിടെ ഇതാ 48 ദിവസമായി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആശാ ജീവനക്കാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ പൊരി വെയിലത്ത് കിടന്ന് ഉരുളുകയാണ്. അവർക്ക് അവരുടെ ജീവനത്തിന് വേണ്ടി അല്പം തുക വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വരേണ്യവർഗത്തിൽപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ലക്ഷങ്ങൾ പതിച്ചു കൊടുക്കുന്നത്. ഏതായാലും സർക്കാരിൻ്റെ ഈ നിരുത്തരവാദപരമായിട്ടുള്ള ഈ നിലപാട് അവസാനിപ്പിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള വകുപ്പിൽ പെടുന്നതാണ്, ഭരണത്തിലുള്ളതാണ് ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒട്ടും വൈകാതെ ഇടപെടണം. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇത് ചുമതലപ്പെട്ടതായിട്ടുള്ള ബന്ധപ്പെട്ട പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇതെവിടെ സംഭവിച്ചു എന്ന് കണ്ടെത്തണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത, ഇത് അച്ചടിച്ച പ്രസിൽ നിന്ന് ഒരേ കവറിൽ ഉത്തരവും ചോദ്യവും ഇട്ടുകൊണ്ട് കവറ് പൊട്ടിക്കാതെ ഇവിടെ കേന്ദ്രങ്ങളിൽ എത്തിച്ചെന്നും ഹാളിൽ വെച്ച് പൊട്ടിച്ചപ്പോൾ മാത്രമാണ് ഇത് കണ്ടതെന്നും ഉള്ള ന്യായീകരണവുമായി ഈ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹാളിൽ വെച്ച് പൊട്ടിക്കുന്നതൊക്കെ സ്വാഭാവികം, അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അത് ചോദ്യക്കടലാസുകൾ കൊടുക്കുമ്പോൾ അത് നോക്കുന്നതിനും അത് ഉത്തരവാദപ്പെട്ട ആളുകൾ പരിശോധിക്കുന്നതിനും അവർക്ക് ചുമതലയുണ്ട്. അപ്പോൾ കൊടുക്കുന്നതായിട്ടുള്ള ചോദ്യക്കടലാസുകളാണോ, അതിനകത്ത് ഉത്തരസൂചികയുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും അവിടെ പരിശോധകരായി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഈ കവറുകൾ കൊടുക്കുന്ന PSC ഉദ്യോഗസ്ഥന്മാർ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ഇതിനകത്ത് ആരെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നോ അവരെയെല്ലാം നിർദാക്ഷിണ്യം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ഉത്തരവാദപ്പെട്ട ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഈ വലിയ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത നിലനിർത്താനായി സാധിക്കുകയുള്ളൂ. തുടക്കത്തിൽ പറഞ്ഞ പോലെ അശരണരുടെ അഭയകേന്ദ്രമായ ഈ സ്ഥാപനത്തെ ഈ തരത്തിൽ കുട്ടിച്ചോറാക്കുന്നവരാരായാലും അവരെ വെറുതെ വിടാൻ പാടില്ല. അതിനുള്ള ഇച്ഛാശക്തി ഭരണകർത്താക്കൾ കാട്ടണം. ഈ പരീക്ഷ റദ്ദായതിൻ്റെ ഉത്തരവാദിത്തം ബന്ധപ്പെട്ടവർ ഏറ്റെടുക്കണം. അതുകൊണ്ട് അതിൻ്റെ നഷ്ടമുണ്ടാകുന്ന ജീവനക്കാർക്ക് നഷ്ടപരിഹാരം നൽകണം. ഈ തരം വിഷയങ്ങൾ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ഒട്ടും വൈകുവാൻ പാടില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങളൊക്കെ ഉറ്റുനോക്കുന്നതും ബന്ധപ്പെട്ടതായിട്ടുള്ള ഇതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ട ഈ പറയുന്ന ജീവനക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്.